വന്യമൃഗ മനുഷ്യ സംഘർഷത്തിന് പരിഹാരമകലെ. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. വന്യജീവികളുടെ നാടിറക്കം തടയാന് കഴിഞ്ഞ 2.5 വർഷത്തിനിടെ സർക്കാർ 62.08 കോടി രൂപ ചെലവഴിച്ചതായി വനം മന്ത്രി കെ ശശീന്ദ്രന് ജൂണില് നിയമസഭയിൽ വെളിപ്പെടുത്തിയിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ച ഫലമുണ്ടാകുന്നില്ല. വന്യജീവികളുടെ ഇറക്കത്തിന് സാധ്യതയുള്ള മേഖലകളിലെല്ലാം കൂടുതൽ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. അധികൃതരുടെ അനാസ്ഥ കാരണം ഒരു ദാരുണ മരണം കൂടി. കോതമംഗലം ഉരുളന്തള്ളി പരിസരത്ത് കാട്ടാന ഇറങ്ങിയ വിവരം ഒരു പ്രദേശവാസി അധികൃതരെ അറിയിച്ചിരുന്നുവത്രേ. ഫോറസ്റ്റ് വിഭാഗം യഥാസമയം നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ എൽദോസിന്റെ മരണം ഒഴിവാക്കാമായിരുന്നുവെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഉരുളന്തണ്ണി സ്വദേശിയും എറണാകുളത്ത് സെക്യൂരിറ്റി ജീവനക്കാരനുമായ എൽദോസ് വർഗീസ് തിങ്കളാഴ്ച ജോലി കഴിഞ്ഞ് രാത്രി 8:30 ബസ്സിൽ വന്നിറങ്ങി വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിനു മുമ്പേ ഇതുവഴി നടന്നുപോയ വ്യക്തിയാണ് കാട്ടാനയെ കാണുകയും ഫോറസ്റ്റ് ഓഫീസിലെത്തി ഈ വിവരം അറിയിക്കുകയും ചെയ്തത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അനങ്ങിയില്ല. ഇതേ പ്രദേശത്ത് 1 വർഷം മുമ്പ് കാട്ടാന ഒരു ആദിവാസി യുവാവിനെ ചവിട്ടിക്കൊന്ന സംഭവവുമായി ബന്ധപ്പെട്ട് വന്യമൃഗാക്രമണം പ്രതിരോധിക്കാൻ കിടങ്ങ് നിർമ്മിക്കുകയോ കമ്പി വേലി കെട്ടുകയോ ചെയ്യാമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥര് നാട്ടുകാർക്ക് ഉറപ്പു നൽകിയിരുന്നു. ആ ഉറപ്പ് പാലിച്ചതുമില്ല. സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തില് 3 ദിവസത്തിനിടെ 3 പേരാണ് മരണപ്പെട്ടത്. തൃശൂര് വാൽപ്പാറയ്ക്ക് സമീപം ഈ മാസം 16-ന് കാട്ടാന ആക്രമണത്തില് പരുക്കേറ്റ് കോയമ്പത്തൂര് ആശുപത്രിയില് ചികിത്സയിലായിരുന്ന ചന്ദ്രന് ഇന്നലെ കാലത്ത് മരിച്ചു. തേയിലത്തോട്ട തൊഴിലാളികൾ താമസിക്കുന്നിടത്തേക്ക് ആനക്കൂട്ടം ഓടിക്കയറുകയായിരുന്നു. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് ചന്ദ്രന് ഗുരുതര പരുക്കേറ്റത്. ശനിയാഴ്ച വൈകിട്ട് ആൻമേരിയെന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരണപ്പെട്ടിരുന്നു. ആൻമേരിയും സുഹൃത്തും ബൈക്കില് യാത്ര ചെയ്യവേ നേര്യമംഗലം നഗരമ്പാറ ഫോറസ്റ്റ് സമീപത്ത് വെച്ച് കാട്ടാന പിഴുതെറിഞ്ഞ മരം അവരുടെ മീതെ വീഴുകയാണുണ്ടായത്. സംസ്ഥാനത്ത് കാട്ടാനയുൾപ്പെടെ വന്യമൃഗങ്ങളുടെ നാടിറക്കവും അക്രമവും ശക്തിപ്പെട്ടിരിക്കുകയാണ്. തിങ്കളാഴ്ച രാവിലെ മാനന്തവാടിയിൽ നിന്ന് മൈസൂരുവിലേക്ക് ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന സഹോദരങ്ങൾക്ക് നേരെ ആന പാഞ്ഞുടുക്കുകയും ബൈക്ക് മറിച്ചിടുകയും ചെയ്തു. ഞായറാഴ്ച വൈകിട്ട് വയനാട് ചേകാടി ഭാഗത്ത് പ്രദേശത്തെ റിസോർട്ടില് നിർമ്മാണ ജോലിക്കെത്തിയ പാലക്കാട് സ്വദേശി സതീശന് ആനയുടെ ആക്രമണത്തിൽ പരുക്കേറ്റു. സെപ്റ്റംബർ 26-ന് പുലർച്ചെ വയനാട് തമിഴ്നാട് അതിർത്തിയായ ചേരമ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ കർഷകനായ കുഞ്ഞിമൊയ്തീനും ജൂലൈ 14-ന് വയനാട് കല്ലൂര് ഊരിലെ രാജു എന്ന യുവാവും കൊല്ലപ്പെട്ടിരുന്നു. വീട്ടുമുറ്റത്ത് ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് കുഞ്ഞിമൊയ്തീനെ ആന കുത്തിക്കൊന്നത്. 1.5 മാസം മുമ്പാണ് തൃശൂര് അതിരപ്പള്ളിയിലെ അങ്കൺവാടിയുടെ മുകളിലേക്ക് കാട്ടാന എണ്ണപ്പന മറിച്ചിട്ടത്. അങ്കൺവാടിയുടെ മേൽക്കൂരയാകെ തകർന്നു. പ്രവൃത്തി സമയമല്ലാത്തതുകൊണ്ടാണ് ദുരന്തമൊഴിവായത്. അതിരപ്പള്ളിയില് തന്നെ ജൂൺ 1-ന് ആനക്കയം പാലത്തിനു സമീപം 2 കാറുകൾക്കും ബൈക്ക് യാത്രക്കാർക്കും നേരെ പാഞ്ഞെടുത്തിരുന്നു കാട്ടാന. സ്കൂട്ടർ യാത്രക്കാര് വണ്ടി ഉപേക്ഷിച്ച് ഓടിയതുകൊണ്ട് രക്ഷപ്പെട്ടു. 2 മാസം മുമ്പാണ് കോതമംഗലം കുട്ടമ്പുഴ മാമലകണ്ടത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങി ഡെന്നീസ് എന്ന വ്യക്തിയുടെ വീട് ആക്രമിച്ച് ജനലുകളും വീട്ടുപകരണങ്ങളും തകർത്തത്. അന്നേരം വീട്ടുകാരൊന്നും സ്ഥലത്തില്ലാത്തതിനാൽ അവര് രക്ഷപ്പെട്ടു. ഈ വർഷം ഫെബ്രുവരി ആദ്യത്തില് അധികൃതർ പ്രസിദ്ധീകരിച്ച കണക്ക് പ്രകാരം 2016 മുതൽ 2023 വരെയുള്ള 8 വർഷത്തിനിടെ 900-ത്തിലേറെ പേരാണ് സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഭൂരിഭാഗവും കാട്ടാന ആക്രമണമായിരുന്നു. 2016-ല് 142, 2017-ല് 110, 2018-ല് 134, 2019-ല് 100, 2020-ല് 100, 2021-ല് 127, 2022-ല് 111, 2023-ല് 85 എന്നിങ്ങനെയാണ് കൊല്ലപ്പെട്ടവരുടെ എണ്ണം. ഇവരില് മിക്കവരും കുടുംബത്തിന്റെ അത്താണികളായതിനാൽ ആ കുടുംബങ്ങൾ കൂടി വന്യജീവി ആക്രമണത്തിൽ വഴിയാധാരമായി. വനമേഖലയോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ താമസിക്കുന്നവര് ഭീതിയോടെയാണ് ജീവിതം തള്ളിനീക്കുന്നത്. വനങ്ങളിൽ നിന്ന് കാട്ടാനയോ മറ്റു വന്യജീവികളോ ഇറങ്ങിവന്ന് മനുഷ്യജീവനെടുക്കുകയും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കൃഷി നശിപ്പിക്കുകയും ചെയ്തേക്കാം. ഇതിനു പരിഹാരമായി ഖജനാവിൽ നിന്ന് കോടികൾ ചെലവിട്ട് കിടങ്ങ്, ഫെൻസിംഗ് തുടങ്ങിയ പ്രതിരോധ മാർഗങ്ങൾ സജ്ജീകരിച്ചു വരുന്നുണ്ട്. വന്യജീവികളുടെ നാടിറക്കം തടയാന് കഴിഞ്ഞ 2.5 വർഷത്തിനിടെ സർക്കാർ 62.08 കോടി രൂപ ചെലവഴിച്ചതായി വനം മന്ത്രി കെ ശശീന്ദ്രന് ജൂണില് നിയമസഭയിൽ വെളിപ്പെടുത്തിയിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ച ഫലമുണ്ടാകുന്നില്ല. വന്യജീവികളുടെ ഇറക്കത്തിന് സാധ്യതയുള്ള മേഖലകളിലെല്ലാം കൂടുതൽ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം വന്യജീവികളുടെ ജനവാസ കേന്ദ്രങ്ങളിലേക്കുള്ള വരവ് തടയാന് നടപടികൾ കൈക്കൊള്ളുകയും വേണം. വനങ്ങളില് തീറ്റയും വെള്ളവും കുറഞ്ഞതാണ് വന്യജീവികളുടെ നാടിറക്കത്തിന് അധികൃതർ പറയുന്ന കാരണം. വനത്തിലെ ജലലഭ്യതയെയും ആവാസവ്യവസ്ഥയെയും ദോഷകരമായി ബാധിക്കുന്ന അധിനിവേശ സസ്യങ്ങളാണ് വനങ്ങളുടെ ഇന്നത്തെ ദുരവസ്ഥ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്.
ഇവ വെട്ടിമാറ്റി വനങ്ങളില് സ്വാഭാവിക മരങ്ങള് വെച്ചുപിടിപ്പിക്കാനുള്ള പദ്ധതി സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. അത് പ്രാവർത്തികമാക്കാന് പക്ഷേ വർഷങ്ങളെടുക്കും. വനങ്ങളിലെ മണ്ണ് വീണ് തൂർന്നതും മലിനമായതുമായ കുളങ്ങളും മറ്റു ജലസ്രോതസ്സുകളും വൃത്തിയാക്കി ജലലഭ്യത വർദ്ധിപ്പിക്കാന് നടപടികള് സ്വീകരിക്കുകയും വനാതിർത്തികളില് കൂടുതല് വനപാലകരെ നിയമിച്ച് വന്യജീവികളുടെ നാടിറക്കം തടയുന്നതിന് നടപടി സ്വീകരിക്കുകയും ചെയ്യാവുന്നതാണ്.